സ്നേഹസമ്മാനം. എൻ്റെ അമ്മ ഇനി നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ. എൻ്റെ അമ്മ ഇനി നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ. കുരിശിലെ അവസാന വചനങ്ങളിലൊന്ന്, ഇതാ നിന്റെ അമ്മ. രക്തം കൊണ്ട് എഴുതിയ ഒരു വിൽപത്രമായിരുന്നു അവൻ നമുക്കായി നൽകിയത്. ഇതാ നിനക്ക് വേണ്ടിയാ ഈ അമ്മ. കുഞ്ഞെ, നീ അറിയണം, ജീവിതത്തിൻ്റെ ഇല്ലായ്മയും വല്ലായ്മയും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും ആകുലതകളും ഉത്കണ്ഠകളും സഹനങ്ങളും കടന്നു വന്ന ഈ അമ്മ നിന്റെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ, നിന്റെ സങ്കടക്കടലിൽ, നിന്റെ കണ്ണുനീരിൻ്റെ നിമിഷങ്ങളിൽ എന്നും തുണയാണ്. കൈവിടില്ല ഈ അമ്മ ഒരിക്കലും നിന്നെ. ആ അമ്മയെ, എൻ്റെ അമ്മയെ ഞാൻ നിനക്ക് തരികയാ. ഈശോയുടെ വാക്കുകൾ. നമുക്ക് അമ്മയെ സ്വീകരിക്കാം. കാർമൽ ഗീതങ്ങൾ നമുക്കായി ഒരുങ്ങുമ്പോൾ പ്രാർത്ഥനാപൂർവം ആ അമ്മയെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാമായി വിളിച്ചു ചേർത്ത് അമ്മയോടൊപ്പം യാത്ര ചെയ്യാം യേശുവിലേക്ക്. ജപമാല ചൊല്ലി ഞാനമ്മയോടൊത്ത് സഹനങ്ങളെല്ലാം ജപമണികളാക്കി സ്വർലോകരാജ്ഞിയായി മുടിചൂടി നിൽക്കും അമ്മയൻ കണ്ണീർ തുടച്ചു. ജപമാല ചൊല്ലി ഞാനമ്മയോടൊത്ത് സഹനങ്ങളെല്ലാം ജപമണികളാക്കി സ്വർലോകരാജ്ഞിയായി മുടിചൂടി നിൽക്കും അമ്മയൻ കണ്ണീർ തുടച്ചു. അന്ധത നിറയുമ്പോൾ ശൂന്യത എന്നെ വലയം ചെയ്തപ്പോൾ താള പിഴകളാൽ അന്ധത നിറയുമ്പോൾ ശൂന്യത എന്നെ വലയം ചെയ്തപ്പോൾ കണ്ണീർ കണങ്ങളാൽ ഹൃദയം നുറുങ്ങുമ്പോൾ അമ്മ തൻ സാന്ത്വനമേകി. കണ്ണീർ കണങ്ങളാൽ ഹൃദയം നുറുങ്ങുമ്പോൾ അമ്മ തൻ സാന്ത്വനമേകി. ജപമാല ചൊല്ലി ഞാനമ്മയോടൊത്ത് സഹനങ്ങളെല്ലാം ജപമണികളാക്കി സ്വർലോകരാജ്ഞിയായി
പാപത്തിനുലകം ഞാൻ ചുറ്റിടുമ്പോൾ അന്ധതയാൽ വേരുകൾ താഴ്ന്നിറങ്ങുമ്പോൾ പാപത്തിനുലകം ഞാൻ ചുറ്റിടുമ്പോൾ അന്ധതയാൽ വേരുകൾ താഴ്ന്നിറങ്ങുമ്പോൾ തിരിച്ചറിവേകുന്ന പൊൻപ്രഭ തൂകി അമ്മയൻ ചാരേ നിൽക്കും. തിരിച്ചറിവേകുന്ന പൊൻപ്രഭ തൂകി അമ്മയൻ ചാരേ നിൽക്കും. ജപമാല ചൊല്ലി ഞാനമ്മയോടൊത്ത് സഹനങ്ങളെല്ലാം ജപമണികളാക്കി സ്വർലോകരാജ്ഞിയായി മുടിചൂടി നിൽക്കും. അമ്മയൻ കണ്ണീർ തുടച്ചു. ജപമാല ചൊല്ലി ഞാനമ്മയോടൊത്ത് സഹനങ്ങളെല്ലാം ജപമണികളാക്കി സ്വർലോകരാജ്ഞിയായി മുടിചൂടി നിൽക്കും. അമ്മയൻ കണ്ണീർ തുടച്ചു. അമ്മയൻ കണ്ണീർ തുടച്ചു. അമ്മയൻ കണ്ണീർ തുടച്ചു. സഹന വഴികളിൽ എപ്പോഴും അമ്മ കൂടെ ഉണ്ടെന്ന ആഹ്വാനം പ്രേക്ഷക ലക്ഷങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ഈ സ്നേഹഗീതം പാടുമ്പോൾ, ഈ ഗാനം പാടി അമ്മ വഴി ഈശോയെ പ്രകീർത്തിക്കുമ്പോൾ വികാരധീനനായ ശ്രീ പാടുക, ആ പാട്ടിൽ ലയിച്ച് മനോഹരമായി ആലപിക്കുമ്പോൾ ജീവിത അനുഭവങ്ങൾ ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ ചേർത്ത് പാടാൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാടുന്ന ആ ഗാനം അനുഭവമാക്കി മറ്റ് ഹൃദയങ്ങളിൽ പകർത്താൻ കഴിയുന്നത് പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ സഹന വഴികളിൽ കടന്നുപോയെന്നവർക്ക് ഒരുപാട് അത് അനുഭവമാക്കി പാടാൻ കഴിയുന്നുണ്ട്. അതുതന്നെ സെബി ഇവിടെ ചെയ്തു. എന്താണ് അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രേക്ഷകരോട് പങ്കുവച്ചാൽ അവർക്കതൊരു പുതിയ അനുഭവമായിരിക്കും. ബേബിച്ചേട്ടാ, ഞങ്ങൾ 8 മക്കളാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതെന്ന് തോന്നുന്നു. 8 മക്കളാണ്. അതിൽ മൂത്ത ചേട്ടൻ ആൾ ജീവിച്ചിരിപ്പില്ല. കഴിഞ്ഞ നവംബറിൽ ചേട്ടൻ്റെ കൈ പെട്ടെന്ന് തളർന്നു പോയപ്പോഴാണ് ചേട്ടൻ്റെ അസുഖം ക്യാൻസറാണെന്നുള്ളത് 2-3 ദിവസത്തിന് ശേഷം ഡയഗ്നോസ് ചെയ്ത് കണ്ടുപിടിച്ചു. ക്യാൻസറായിരുന്നു. ബ്രെയിനിൽ മുഴകളുണ്ടായിരുന്നു. അത് പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ ലങ്സിലുമൊക്കെ പടർന്നിരുന്നു. ഫൈനൽ സ്റ്റേജിലാണ്. അറിഞ്ഞില്ല. ചേട്ടന് വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നായിരിക്കും, വേദനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് അറിയാതെ ദൈവം കൊണ്ടു നടന്നിരുന്നു. അപ്പോൾ അങ്ങനെ ആസ്റ്റർ മെഡിസിറ്റിയിൽ എത്തിയപ്പോഴാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ അവിടെ ഒരു 2-3 ദിവസം അവിടെ കിടന്നു. കുറവൊന്നുമില്ല. ആളുടെ കണ്ടീഷൻ ഓരോ ദിവസം മോശമായി വന്നു. അപ്പോൾ എല്ലാവർക്കും പ്രതീക്ഷയാണ് അപ്പോഴും ചേട്ടൻ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ. അങ്ങനെ ഒരു ദിവസം, ഒരു ബുധനാഴ്ച, അവിടെ നിന്ന് ഒരു 3 ദിവസത്തിന് ശേഷം ചേട്ടനെ RCCയിലേക്ക് മാറ്റണം. അപ്പോൾ അന്നേരം ചേട്ടന് തീരെ ഡൗൺ ആയ ആൾ ആ വെളുപ്പിനാണ് അവിടെ നിന്ന് ആസ്റ്റർ മെഡിസിറ്റിയിൽ നിന്ന് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാനും വൈഫും അവിടെ പോയിട്ടുണ്ടായിരുന്നു. വെളുപ്പിന് ഒരു 3:30 ആയപ്പോൾ അവിടെ നിന്ന് ചേട്ടനെ കൊണ്ടുപോയി. അവിടെ ചെന്നു. അപ്പം ചേട്ടൻ്റെ മക്കളുണ്ടായിരുന്നു കൂടെ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, വരണ്ട, നിങ്ങളാരും വരണ്ട, അവിടെ ചെന്നിട്ട് എന്താണ് സാഹചര്യം നോക്കിയിട്ട് നമ്മൾ വിളിക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾ തിരിച്ചു വന്നു. ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും ചേട്ടൻ്റെ 2ാമത്തെ മകൻ ഗോഡ്ബിൻ എന്ന് പറഞ്ഞവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചിറ്റപ്പ എന്നാണ് അവൻ വിളിക്കുന്നത്. സവാടിച്ചിട്ടപ്പോൾ അപ്പച്ചൻ്റെ കണ്ടീഷൻ ഭയങ്കര മോശമാണ്, ഒരു 3 ദിവസം കൂടെയൊക്കെ അപ്പച്ചൻ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അവൻ കരഞ്ഞുകൊണ്ടാണ് പറയണത്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് വന്നതെന്ന് വെച്ചാൽ, ചേട്ടന് ഒരു ദിവികാരനോ ഒന്നും ചേട്ടന് കൊടുക്കാൻ പറ്റിയിട്ടില്ല, കുർബാന കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്ത.
അപ്പൊ അതിനു മുമ്പ് ചേട്ടൻ ഇനിയൊന്നും സംഭവിക്കരുത്, കാരണം ഇനി ദിവ്യകാരുണ്യം കൊടുക്കാണ്ട് ചേട്ടൻ 3 ഒരു ദിവസമാണ് നമ്മുടെ 3 ദിവസം. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് 3 ദിവസം, കാരണം ചേട്ടൻ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന കണ്ടീഷൻ വളരെ മോശമാണ്. ഞാനത് നേരിട്ട് കണ്ടതാണ്. അപ്പോൾ ഞാൻ വിചാരിക്കണം ചിലപ്പോൾ ഞാൻ എത്തുന്നതിന് മുമ്പ് പോലും ചേട്ടൻ പോയേക്കാം. അത് പറയാം, നമുക്കൊന്നും അങ്ങനെയാണ് പിന്നെ ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ചേട്ടൻ ദിവ്യകാരുണ്യം കൊടുക്കാതെ പോകല്ലേ. അപ്പം ഞാൻ ഇളയ പെങ്ങളെ വിളിച്ച് മൂത്ത ചേച്ചിനെ അവരോടൊക്കെ പറഞ്ഞു, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക, കൊന്തവേലി പ്രാർത്ഥിക്കുക, പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ ഇവിടെ നിന്ന് രാത്രി അവിടെ ചെന്ന് ഞാനും ഇളയ അളിയനും കൂടെ അവിടെ എത്തി. ചേട്ടൻ വളരെ മോശമാണ് കണ്ടീഷൻ. നേരം വെളുത്ത് അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞേട്ടാ, നീ ഒന്ന് അപ്പച്ചൻ്റെ ദിവ്യകാരുണ്യം അതിന് മുമ്പ് ഞാൻ എത്തുന്നതിന് മുമ്പ് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ കൊടുക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ചോദിക്കാൻ മടിയാണ്, എനിക്കിപ്പോൾ ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ലടാ, ഞാൻ വന്നിട്ട് ചോദിക്കാം. അങ്ങനെ നേരം വെളുത്ത് ചേട്ടനായിട്ട് ഒരു ചായയൊക്കെ കൊടുത്ത് ഞാൻ ചോദിച്ചേട്ടാ, ഏറ്റവും വലിയ ഔഷധമല്ലേ നമുക്ക് ദിവ്യകാരുണ്യം, അത് നമുക്ക് സ്വീകരിക്കാം. അപ്പോൾ ചേട്ടൻ വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞു, അതിനെന്താടാ നമുക്ക് സ്വീകരിക്കാം. അപ്പോൾ തലേ ദിവസം തന്നെ നമ്മളുടെ അവിടെ സുഹൃത്തുക്കൾ അലക്സ് എന്ന് പറഞ്ഞ കീബോർഡിസ്റ്റ്, ഞങ്ങൾ കാനപ്പിളിച്ചനൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന അലക്സ് ചേട്ടനുണ്ട് അവിടെ. അലക്സ് ചേട്ടൻ തലേ ദിവസം ഞങ്ങളെ കൊണ്ടാക്കി ചേട്ടൻ്റെ അടുത്ത്. അപ്പോൾ അലക്സ് ചേട്ടനൊക്കെ വിളിച്ച് അറേഞ്ച് ചെയ്തിരുന്നു അച്ഛനെ. അപ്പോൾ ഒരു 9 മണിയായപ്പോൾ ഒരു 9:30 ആയപ്പോൾ അച്ഛൻ വന്നു കഴിഞ്ഞിട്ട് അപ്പം അച്ഛനോട് ഇങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലത്തെ നിലയിലാണ് ഒരു താമസിക്കുന്നത് തിരുവനന്തപുരത്ത്. അപ്പോൾ ഞാൻ അച്ഛനടുത്ത് പറഞ്ഞു, അച്ഛാ കുമ്പസാരിക്കണമെന്ന് ചോദിച്ചേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടനോട് ചോദിച്ച് ചേട്ടൻ പറഞ്ഞു കുമ്പസാരിച്ച് രോഗിലേപനം എല്ലാനും ചേട്ടൻ സ്വീകരിച്ച്. അങ്ങനെ 3 ദിവസം എന്ന് പറഞ്ഞ ആൾ 1 മാസം വളരെ ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു. തിരിച്ചു വരില്ലെന്ന ആൾ വീട്ടിലെത്തി. ഞങ്ങൾക്ക് എല്ലാവർക്കും ചേട്ടനെ ശുശ്രൂഷിക്കാൻ പറ്റി, എല്ലാവർക്കും കാണാൻ പറ്റി, അടുപ്പുള്ളവർക്ക് വന്ന് നിൽക്കാൻ പറ്റി. ചേട്ടനും ഭയങ്കര സന്തോഷമായി, കാരണം ചേട്ടനെ ഞങ്ങളൊക്കെ എങ്ങനെ സ്നേഹിക്കണമെന്ന് ചേട്ടനും ബോധ്യപ്പെട്ടു. കാരണം ഞങ്ങൾ സഹോദരങ്ങൾ എല്ലാ ദിവസവും എല്ലാവരും അന്നേരം. അപ്പോൾ ചേട്ടനെ ഒരു മൂത്ത ചേട്ടൻ എന്നുള്ള നിലയിൽ ചേട്ടന് ഞങ്ങൾ ഒരു അപ്പൻ്റെ സ്ഥാനം കൊടുത്തിരുന്നു. അപ്പോൾ ചേട്ടനത് ബോധ്യപ്പെട്ടു. അങ്ങനെ വേദനകളുണ്ട് ആ ദിവസങ്ങളിലൊക്കെ, ഇടക്കിടക്ക് വേദന വരും, ഈ ബ്രെയിനിൽ ഇതുള്ളതുകൊണ്ട്. അപ്പോൾ മരുന്ന് കൊടുക്കും. അപ്പം അങ്ങനെ ചേട്ടൻ്റെ വൈഫ് സ്റ്റാഫ് നേഴ്സാണ്. അപ്പോൾ അവരുടെ ചേച്ചിയുടെ ഹോസ്പിറ്റലുള്ളവരൊക്കെ വരും. അപ്പോൾ അങ്ങനെ എല്ലാവരും അങ്ങനെ പോയി. ഒരു മാസമൊക്കെ എത്തുമ്പോൾ വീണ്ടും RCCയിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ ചേട്ടന് വന്നപ്പോൾ ഞാനൊരു ഒരു മരത്തിൻ്റെ ഒരു മൈക്കിൾ അച്ഛൻ തന്നൊരു എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയൊരു കൊന്തയാണത്. മൈക്കിൾ പുന്നക്കൽ OCD എന്ന് പറഞ്ഞ അച്ഛൻ്റെ അടുത്ത്. അപ്പോൾ ഞാനത് ചേട്ടന് കൊടുത്തിരുന്നു. അപ്പോൾ ചേട്ടനിങ്ങനെ ഇറങ്ങുകയാണ് രാവിലെ ഒരു 2 മണിയൊക്കെ 2:30 ആയിട്ടുണ്ടാവും. ഞങ്ങൾ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് കാറിന് തന്നെ ഡ്രൈവ് ചെയ്ത് പോവാണ്. അപ്പോൾ പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ചേട്ടൻ ഇങ്ങനെ ഹോളിൽ നിന്ന് ഇങ്ങനെ രൂപത്തിൻ്റെ അവിടേക്ക് നോക്കി. അപ്പോൾ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചു. കൊന്ത എടുക്കാനാണെന്ന് പറഞ്ഞു. അങ്ങനെ കൊന്ത എടുത്ത് അവിടെ നിന്ന് യാത്ര. ഞങ്ങൾ ആ പോണ വഴിയിൽ ഇത്രയും ശരിക്കും ടയേർഡായ ചേട്ടൻ അവിടം വരെ കാറിൽ യാത്ര ചെയ്തിട്ട് ഒരു തവണ മാത്രമാണ് ചേട്ടന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ ചെന്ന് പിന്നെ പെട്ടെന്ന് കണ്ടീഷൻ മോശമായി. ചേട്ടൻ ഡിസംബർ 8 ചേട്ടൻ മരിച്ചു. മരിക്കുമെന്നുള്ളത് കർത്താവ് ഉയർപ്പിച്ച ലാസർ പോലും. അപ്പോൾ അത് അനിവാര്യമായ കാര്യമാണ്. പക്ഷേ ചേട്ടനെ ഈ ഒരു മാസം തിരിച്ചു തന്നത് ശരിക്കും മാതാവിൻ്റെ സ്നേഹം പങ്കിടാനും അത് തന്നത് മാതാവിൻ്റെ പ്രത്യേകിച്ച് കൊന്തജൊല്ലിയുള്ള പ്രാർത്ഥനയും ചേട്ടൻ്റെ. അതുപോലെ മരിക്കുന്നതിന് മുമ്പ് ചേട്ടൻ്റെ ഞാൻ തലേദിവസം അവിടെ ചെന്നപ്പോൾ ചേട്ടൻ ഏകദേശം ഓർമ്മയെല്ലാം കുറഞ്ഞു. അമ്മേ ഈശോ എന്ന് വിളിച്ചിട്ട് ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവും, ഓർമ്മ പോകുന്നത് വരെ ചേട്ടൻ ഉറക്കെ വിളിച്ചു. അപ്പോൾ ഞാൻ ഒരു തവണ രാത്രി വെളുപ്പിന് ഞാൻ പറഞ്ഞു, ചേട്ടാ അത്രയും ഉറക്കെ വിളിക്കേണ്ട, കാരണം ഞാൻ പറയുന്നത് ചേട്ടൻ്റെ അവസ്ഥ മോശമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ തന്നെ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഞാൻ എന്ത് വിഡ്ഢിയാണ്, കാരണം ഇത്രയും ഉറക്കായി മാതാവിനെയും ഈശോയെയും വിളിക്കുന്ന ചേട്ടനോട് മിണ്ടാതിരിക്കരുതെന്ന് പറയാൻ ഞാൻ ആരാണ്? ദാവീദിന്റെ പുത്രനായ ഈശോയെ എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞ പോലെയാണ് ഞാൻ പറഞ്ഞതെന്ന് പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക്. അപ്പം ഞാൻ മനസ്സിലായി, ചേട്ടൻ വിളിച്ചോട്ടെ. തീർച്ചയായും ചേട്ടൻ അങ്ങനെ വിളിച്ച് ഓർമ്മ നഷ്ടപ്പെടുന്നത് വരെ ICUയിലൊക്കെ കയറ്റുന്നവരെ ചേട്ടൻ വിളിച്ചു. പ്രിയമുള്ളവരെ, ഒരു സാക്ഷ്യ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ചേട്ടൻ യാത്ര പറയുമ്പോൾ അനുജൻ്റെ ഹൃദയസഹന വഴി അവിടെ ജപമാല കൂടെ ഉണ്ടായിരുന്നെന്നും അവസാനമായി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ തിരിഞ്ഞു നിന്ന് ആ ജപമാല എടുക്ക് എന്ന് പറഞ്ഞ് ആ ജപമാല കരങ്ങളിൽ പിടിച്ച് കടന്നു പോകുന്ന ജ്യേഷ്ഠൻ. നമ്മൾ തിരിച്ചറിയണം, ഡിസംബർ 8 അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ. അന്ന് പരിശുദ്ധ അമ്മയുടെ ഹൃദയസ്പന്ദനം ആ മോനോട് ചേർത്ത് വെച്ച് ദൈവസന്നിധിയിലേക്ക് യാത്രയാകുന്നു.
രോഗശൈലിയിൽ കിടക്കുന്നവരുണ്ടാകാം, മരണത്തെ അഭിമുഖീകരിക്കുന്നുണ്ടാകാം. സഭയിലെ തിരുസഭയുടെ ധന്യതയാർന്ന സ്ഥൈര്യലേപനം, രോഗീലേപനം, അത് ആത്മാവിന് സൗഖ്യം പകരും. ചിലതൊക്കെ ശരീരത്തിനും സൗഖ്യമുള്ളതായി തിരിച്ചു വരുന്ന അനുഭവം, ഇതിലൊക്കെ ഉപരിയായി ആത്മാവിനുള്ള സൗഖ്യം, അത് വലിയൊരു വിടുതലാണ്. യേശുവിലേക്ക് ഇത് ദൈവത്തിൻ്റെ പ്രത്യേകമായ ആത്മാവാണെന്നുള്ള ആ തിരഞ്ഞെടുപ്പ് സ്ഥൈര്യലേപനം വഴി ഹൃദയശുദ്ധിയും ദിവ്യ ഔഷധമായി പ്രവർത്തിക്കുന്ന ആ കൂദാശയുടെ ബലവും ഈ വ്യക്തിയെ പുതിയ ജീവിതചര്യകളിലേക്ക് നയിക്കുന്നു, സ്വർഗത്തോളം ചേർത്ത് നിർത്തുന്നു. പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കാം. രോഗികളുടെ ആശ്വാസം, സ്വർഗത്തിൻ്റെ വഴികൾ അമ്മ തുറക്കുന്നു. സ്വർഗത്തിൻ്റെ വാതിലാണ് അമ്മ. നമുക്ക് പ്രാർത്ഥനാപൂർവം അടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കാം. ആദ്യത്തെ സക്രാരിയായിടും മറിയത്തിനുദരം മനോഹരമേ. യേശുവിൻ ആദ്യത്തെ സക്രാരിയായിടും മറിയത്തിനുദരം മനോഹരമേ. അമ്മേ നിൻ നാമം പാവനമേ, അമ്മേ നിൻ രൂപം മോഹനവും. വാഴ്ത്തുന്നമ്മേ കർമ്മലാംബികേ, വാഴ്ത്തുന്നമ്മേ കർമ്മലാംബികേ. യേശുവിൻ ആദ്യത്തെ സക്രാരിയായി മറിയമേ നീയെന്നും ഭാഗ്യവതിയായി. യേശുവിൻ ആദ്യത്തെ സക്രാരിയായി മറിയമേ നീയെന്നും ഭാഗ്യവതിയായി. കുഞ്ഞധരത്തിൽ ആദ്യം വിരിയുന്ന സ്നേഹസ്വരം അമ്മ എന്ന നാമം. കുഞ്ഞധരത്തിൽ ആദ്യം വിരിയുന്ന സ്നേഹസ്വരം അമ്മ എന്ന നാമം. മക്കളാം ഞങ്ങൾ പാപികളെങ്കിലും നിൻ മാതൃസ്നേഹം ചൊരിയണമേ. മക്കളാം ഞങ്ങൾ പാപികളെങ്കിലും നിൻ മാതൃസ്നേഹം ചൊരിയണമേ. യേശുവിൻ ആദ്യത്തെ സക്രാരിയായി മറിയമേ നീയെന്നും ഭാഗ്യവതിയായി. യേശുവിൻ ആദ്യത്തെ സക്രാരിയായി മറിയമേ നീയെന്നും ഭാഗ്യവതിയായി. ദിവ്യസക്രാരിയും
അമ്മതനുദരവും യേശുവിൻ സാന്നിധ്യ കേന്ദ്രമല്ലോ. ദിവ്യസക്രാരിയും അമ്മതനുദരവും യേശുവിൻ സാന്നിധ്യ കേന്ദ്രമല്ലോ. ദിവ്യസക്രാരിയായി മാറുവാനമ്മേ മക്കളാം ഞങ്ങൾക്ക് കൃപയേകണേ. ദിവ്യസക്രാരിയായി മാറുവാനമ്മേ മക്കളാം ഞങ്ങൾക്ക് കൃപയേകണേ. യേശുവിൻ ആദ്യത്തെ സക്രാരിയായി മറിയമേ നീയെന്നും ഭാഗ്യവതിയായി. യേശുവിൻ ആദ്യത്തെ സക്രാരിയായി മറിയമേ നീയെന്നും ഭാഗ്യവതിയായി. യേശുവിൻ ആദ്യത്തെ സക്രാരിയായിടും മറിയത്തിനുദരം മനോഹരമേ. യേശുവിൻ ആദ്യത്തെ സക്രാരിയായിടും മറിയത്തിനുദരം മനോഹരമേ. അമ്മേ നിൻ നാമം പാവനമേ, അമ്മേ നിൻ രൂപം മോഹനവും. വാഴ്ത്തും നമ്മെ കർമ്മലാംബികേ, വാഴ്ത്തും നമ്മെ കർമ്മലാംബികേ. യേശുവിൻ ആദ്യത്തെ സക്രാരിയായി മറിയമേ നീയെന്നും ഭാഗ്യവതിയായി. യേശുവിൻ ആദ്യത്തെ സക്രാരിയായി മറിയമേ നീയെന്നും ഭാഗ്യവതിയായി. മറിയമേ നീയെന്നും ഭാഗ്യവതിയായി. മറിയമേ നീയെന്നും ഭാഗ്യവതിയായി. മറിയമേ നീയെന്നും ഭാഗ്യവതിയായി. ഒരു സക്രാരി എന്ന പോലെ ഓരോ ഉദരവും ജീവൻ്റെ കണിക തുടിക്കുമ്പോൾ അവിടെ യേശുവിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് നാം തിരിച്ചറിയണം. ഓരോ കുഞ്ഞും പിറന്നു വീഴുമ്പോൾ അന്ന് ദൂതന്മാർ മന്ത്രിച്ചതുപോലെ, അന്ന് ദൂതന്മാർ പാടിയാർത്തതുപോലെ ഇതാ സകല ജനതകൾക്ക് വേണ്ടിയുള്ള ഒരു സദ്വാർത്ത. ഓരോ കുഞ്ഞും ലോകത്തിന് സദ്വാർത്തയാണ്. ഓരോ കുഞ്ഞും ദൈവത്തിൻ്റെ മഹാദാനമാണ്. ഓരോ കുഞ്ഞുങ്ങളും രക്ഷകനായി യേശുവിന് സാക്ഷ്യം വഹിക്കേണ്ടവരാണ്. അതിനായി ഓരോ കുഞ്ഞുങ്ങളെയും ഒരുക്കുന്ന സ്നേഹസാമീപ്യമാണ് പരിശുദ്ധ മറിയം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് ഓരോ അമ്മമാരെയും കുഞ്ഞുങ്ങളെയും നമുക്ക് സമർപ്പിക്കാം, സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയമേ, നല്ല മാതാവേ, ആദ്യത്തെ സക്രാരിയായി മാറിയ അമ്മ, അമ്മയുടെ ഉദരം ദിവ്യകാരുണ്യത്തെ സംവഹിച്ചു. അമ്മയുടെ ഹൃദയം ദൈവത്തിൽ ആനന്ദിച്ചു. അമ്മേ, ഉദരത്തിൽ ഉരുവാകുന്ന ഓരോ കുഞ്ഞുങ്ങളെയും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. അമ്മ അവരെ നയിക്കണമേ, വളർത്തണമേ, പരിപാലിക്കണമേ, എപ്പോഴും കൂടെ ഉണ്ടാകണമേ. ആമേൻ.